ചാലക്കുടി എലിഞ്ഞിപ്ര പ്രദേശത്ത് പുലി സാന്നിധ്യമുണ്ടായതായി അഭ്യൂഹം. കോടശ്ശേരി പഞ്ചായത്തിലെ 17-ാം വാർഡായ എലിഞ്ഞിപ്ര കള്ളുഷാപ്പ് റോഡിലാണ് പുലിയുടേതെന്ന് സാദൃശ്യമുള്ള ജീവിയെ കണ്ടത്. കൊടുങ്ങല്ലൂരിൽ വലയിൽ കുടുങ്ങിയ അണലിപ്പാമ്പുകളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ സ്നേക്ക് റെസ്ക്യൂവറിന് പാമ്പിന്റെ കടിയേറ്റു. അഴീക്കോട് സ്വദേശി താഹിറിനാണ് പരിക്കേറ്റത്. ഭിന്നശേഷി സംവരണം സർക്കാർ കൊണ്ടുവന്ന പ്രശ്നമല്ലെന്നും രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇത് കോടതിയും നിയമവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ശിവൻകുട്ടി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ചാലക്കുടി എലിഞ്ഞിപ്ര പ്രദേശത്ത് പുലി സാന്നിധ്യമുണ്ടായതായി അഭ്യൂഹം. കോടശ്ശേരി പഞ്ചായത്തിലെ 17-ാം വാർഡായ എലിഞ്ഞിപ്ര കള്ളുഷാപ്പ് റോഡിലാണ് പുലിയുടേതെന്ന് സാദൃശ്യമുള്ള ജീവിയെ കണ്ടത്. ജീവിയുടെ സാന്നിധ്യം പ്രദേശവാസികളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി 10ഓടെ ഓട്ടോറിക്ഷയിൽ വന്ന സ്റ്റീഫൻ എന്ന പ്രദേശവാസിയാണ് ജീവിയെ കണ്ടത്. തെരുവുനായയെ ഓടിച്ചെത്തിയ ജീവി സമീപത്തെ വെള്ളാനി തോമസിന്റെ മതിൽ ചാടിക്കയറിയതായി പറയുന്നു. തുടർന്ന് വീട്ടിലെ CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ പുലിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ജീവിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുമുണ്ട്. ഇന്നു മുതൽ പ്രദേശത്തെ തെരുവ് നായകളും ഇല്ലാതായതായി പറയുന്നു. അജ്ഞാത ജീവിയുടെ സാന്നിധ്യം പ്രദേശവാസികളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂരിൽ വലയിൽ കുടുങ്ങിയ അണലിപ്പാമ്പുകളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ സ്നേക്ക് റെസ്ക്യൂവറിന് പാമ്പിന്റെ കടിയേറ്റു. അഴീക്കോട് സ്വദേശി താഹിറിനാണ് പരിക്കേറ്റത്. ഇയാളെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താഹിർ അപകടനില തരണം ചെയ്തതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇന്നലെ രാവിലെ എറിയാട് MIT സ്കൂൾ പരിസരത്തായിരുന്നു സംഭവം. വലയിൽ കുടുങ്ങിയ 2 അണലിപ്പാമ്പുകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് താഹിറിന് പാമ്പിന്റെ കടിയേറ്റത്. ഒരു പാമ്പിനെ പ്ലാസ്റ്റിക് പൈപ്പിനുള്ളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു പാമ്പ് കയ്യിൽ കടിക്കുകയായിരുന്നു. താഹിറിന് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മോഡേൺ ആശുപത്രിയിൽ എത്തിച്ച് ആദ്യഘട്ടം ആന്റിവെനം നൽകുകയും വിദഗ്ധ ചികിത്സയ്ക്കായി അങ്കമാലിയിൽ എത്തിക്കുകയുമായിരുന്നു. നാട്ടുകാർ പിടികൂടി ചാക്കിലാക്കിയ പാമ്പുകളെ റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതി ഏറ്റെടുത്തു. ഇവയെ പിന്നീട് കാട്ടിൽ വിട്ടയക്കും. പരിക്കേറ്റ താഹിർ അപകടനില തരണം ചെയ്തതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഭിന്നശേഷി സംവരണം സർക്കാർ കൊണ്ടുവന്ന പ്രശ്നമല്ലെന്നും രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഈ പ്രശ്നം തീർക്കണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം. ഇത് കോടതിയും നിയമവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഭിന്നശേഷി പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പ്രശ്നമല്ല. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട സംഘടനകൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ആ കേസ് ഫയൽ ചെയ്ത ശേഷം ഭരണഘടനയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അവർ കേസ് വാദിച്ചു. ഈ അവസരത്തിൽ കേരളത്തിലെ മാനേജ്മെന്റുകൾ അവരുടെ ഭാഗം പറയുന്നതിന് വേണ്ടി കോടതിയിലേക്ക് പോയിട്ടേ ഇല്ല. വിധി വന്നതിന് ശേഷം സുപ്രീം കോടതിയിലെ കേസ് വന്നു. സുപ്രീം കോടതിയിൽ വന്ന അവസരത്തിലും പ്രോപ്പറായിട്ട് ഇത് വാദിക്കുന്നതിന് വേണ്ടി ഒന്നും തയ്യാറായില്ല. അങ്ങനെയാണ് ഇത് രാഷ്ട്രീയ പ്രശ്നമേ അല്ല. ഇത് കോടതിയും നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. ഇത് പിന്നെ അവർക്ക് അർഹതയായിട്ടുള്ള ആനുകൂല്യം തടഞ്ഞു വയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. തിരുവനന്തപുരം നേമത്ത് സംഘിയും വേണ്ട സംഘിക്കുട്ടിയും വേണ്ട എന്നതാണ് കോൺഗ്രസിന്റെ മുദ്രാവാക്യമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിൽ വാസ്തവമുണ്ട്. UDF-ഉം BJP CPI സഖ്യവും തമ്മിലാണ് മത്സരമെന്ന് K മുരളീധരൻ തൃശ്ശൂരിൽ പറഞ്ഞു. അല്ലെ ശിവൻകുട്ടി, ഇപ്പോ നേമത്ത് ഞങ്ങളുടെ മുദ്രാവാക്യം എന്താ അറിയില്ല, സംഘിയും വേണ്ട സംഘി കുട്ടിയും വേണ്ട, UDF മതി. അതാണ് നേമത്തെ ഞങ്ങളുടെ മുദ്രാവാക്യം. അപ്പോൾ UDF-ന് നല്ല ഒരു പുതിയ സ്ഥാനാർത്ഥി വരും, ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥി വരും. ശിവൻകുട്ടീനെയും രാജീവ് ചന്ദ്രശേഖരനെയും തൊട്ടി. മാള കുരുവിലശ്ശേരി ആർ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെയും സമീപത്തായി നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെയും നിർമ്മാണ പുരോഗതികൾ MLA VR സുനിൽകുമാർ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. 2025 സെപ്റ്റംബറിലാണ് പുതിയ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 1,25,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചത്. MLAയോടൊപ്പം മാള ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും ഉണ്ടായിരുന്നു. അടച്ചുപൂട്ടലിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന കുരുവിലശ്ശേരി RVLP സ്കൂളിനെ 2021 സർക്കാർ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രാഥമിക ഉത്തരവുണ്ടായത്. ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായത് 2023 നവംബർ മാസത്തിലാണ്. ഇതേ തുടർന്നാണ് സ്കൂളിനെ RV ഗവൺമെന്റ് LP സ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്യുകയും
പുതിയ സ്കൂൾ കെട്ടിടവും അതിന് തൊട്ടടുത്തായി സ്റ്റേഡിയവും നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. 2025 സെപ്റ്റംബറിലാണ് പുതിയ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 1,25,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നവംബറിൽ നടന്നു. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന് 3120 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. നിർദ്ദിഷ്ട കെട്ടിടത്തിൽ 4 ക്ലാസ് മുറികൾക്ക് പുറമെ സ്റ്റാഫ് റൂം, ടോയ്ലറ്റ് റൂമുകൾ, പ്രവേശന കവാടം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന കേരള സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 2025 ഓഗസ്റ്റ് 29-ാം തീയതി സ്റ്റേഡിയം നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും കായിക വകുപ്പിന്റെ 50 ലക്ഷം രൂപയും ഉൾപ്പെടെ മൊത്തം 1 കോടി രൂപയാണ് സ്റ്റേഡിയം പദ്ധതിക്ക് അനുവദിച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ഡെവലപ്മെന്റ്, ഗ്യാലറി, ടോയ്ലറ്റ് കം ചേഞ്ച് റൂം, ഡ്രെയിൻ, ഫെൻസിംഗ്, അനുബന്ധ ഇലക്ട്രിക് പ്രവൃത്തികൾ എന്നിവ പദ്ധതിയുടെ ഭാഗമാണ്. MLAയോടൊപ്പം മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, പഞ്ചായത്ത് അംഗങ്ങളായ ലിൻസി ബിജു, സിമി ഭൂപേഷ് എന്നിവരും ഉണ്ടായിരുന്നു. രാമവിലാസം സ്കൂളിൻ്റെയും അതോടനുബന്ധമായിട്ടുള്ള സ്റ്റേഡിയത്തിൻ്റെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രസിഡൻ്റായിട്ടുള്ള രാധാകൃഷ്ണനും വൈസ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരും ഉൾപ്പെടെ ഉള്ളവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഇവിടുത്തെ അധ്യാപകരുടെയും എല്ലാം തന്നെ അഭിപ്രായ പ്രകാരം സ്കൂള് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അത് ഏറ്റെടുത്തതിൻ്റെ നടപടികളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയും ഇന്ന് ഇത് ഗവൺമെൻറ് സ്കൂളായിട്ട് മാറുന്ന സാഹചര്യമുണ്ട്. അന്ന് ആ വേദിയിൽ വെച്ച് ഞാനന്ന് പറയുകയുണ്ടായി, സ്കൂളിൻ്റേതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ വിദ്യാലയം അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തും എന്ന് ഉറപ്പ് നൽകുകയുണ്ടായിട്ടുണ്ട്. ആ ഉറപ്പ് പാലിക്കപ്പെടുന്ന രീതിയിൽ 1,25,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഗവൺമെൻറ് സ്കൂള് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങളുമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മാള ഗ്രാമപഞ്ചായത്തിൽ അവിടുത്തെ യുവജനങ്ങൾ വിദ്യാർത്ഥികളെല്ലാം തന്നെ കളിച്ചുകൊണ്ടിരുന്നത് സെമിത്തേരി അതുപോലെ ശ്മശാനം ഉൾപ്പെട്ട ഗ്രൗണ്ടിലാണ്. അത് ഇസ്രായേൽ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇടപെടുകയും പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് മാറ്റപ്പെടുകയും അതിൻ്റെ കസ്റ്റോഡിയനായിട്ട് മാള ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കുകയും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ യാതൊരുവിധ വർക്കുകളോ മറ്റു കാര്യങ്ങളോ കളിക്കാനുള്ള അവസരങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യം നമുക്ക് മാള ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞു, ഇവിടെ ഒരു ഗ്രൗണ്ട് ഇത് യാഥാർത്ഥ്യമാക്കിയെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഈ മാള ഗ്രാമപഞ്ചായത്തിലെ യുവജനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ കളിക്കാനുള്ള നല്ലൊരു സ്റ്റേഡിയം വേണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് 1.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇന്ന് ഈ സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ വോളിബോളും ഫുട്ബോളും ഉൾപ്പെടെ കളിക്കാനുള്ള വേദികളുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, ഡ്രസ്സിംഗ് റൂമുകളുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഗ്രാമത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് ഒരു ഗ്രൗണ്ടിനെ പൂർണ്ണമായിട്ട് പണി തീർക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മീഡിയ ടൈം മാള. ചരക്കു സേവന നികുതി, എക്സൈസ് തീരുവ പരിഷ്കരണം എന്നിവ വരുന്നതോടെ നാളെ മുതൽ സിഗരറ്റ് വാങ്ങാൻ വലിയ വില കൊടുക്കേണ്ടി വരും. നീളമനുസരിച്ച് സിഗരറ്റിന് 15 മുതൽ 30% വരെ വില വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ഉപയോഗം കുറയ്ക്കാനാണ് സിഗരറ്റിന് ഉയർന്ന നികുതി നിരക്ക് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്തത്. സാധാരണക്കാർ കൂടുതലായി ഉപയോഗിക്കുന്നത് 69 mm, 74 mm എന്നീ വലിപ്പത്തിലുള്ള സിഗരറ്റുകളാണ്.
ഇവയ്ക്ക് 15% വില വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രാൻഡഡ് കിങ് സൈസ് സിഗരറ്റുകൾക്ക് ഏറ്റവും ഉയർന്ന നികുതി സ്ലാബ് ബാധകമാവും. ഓരോ 1000 സിഗരറ്റുകൾക്കും 2050 തുടങ്ങി 8500 രൂപ വരെയാണ് എക്സൈസ് ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. 65 mm വരെയുള്ള ഒരു സിഗരറ്റിന് 2 രൂപ 10 പൈസ വർദ്ധിക്കും. 65 mm മുതൽ 70 mm വരെയുള്ള സിഗരറ്റുകൾക്ക് 3 രൂപ 60 പൈസ മുതൽ 4 രൂപ വരെ അധിക നികുതി ചുമത്തപ്പെടും. 70 mm മുതൽ 75 mm വരെ ഓരോ സിഗരറ്റിനും 5 രൂപ 40 പൈസയിലധികമാണ് നികുതി. ഉപയോഗം കുറയ്ക്കാനാണ് സിഗരറ്റിന് ഉയർന്ന നികുതി നിരക്ക് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇതുവരെ 28% GST. കൂടാതെ GST, നഷ്ടപരിഹാര സെസ്, ദേശീയ ദുരന്ത നിവാരണ സെസ്, എക്സൈസ് തീരുവ എന്നിവയും ചുമത്തിയിരുന്നു. ഇതിൽ നഷ്ടപരിഹാര സെസ് ഒഴിവാക്കും. പകരമായി GST 40% എക്സൈസ് തീരുവയിലും വലിയ വർധനവുണ്ടാകും. ബിസിനസ് ഡെസ്ക്, മീഡിയ ടൈം. പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങിയ യുവാവിനെ കടപ്പുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കാര പുതിയ റോഡ് മുല്ലോത്ത് റോബർട്ടിന് മകൻ ചിപ്പി എന്ന് വിളിക്കുന്ന 35 വയസ്സുള്ള ജോഫിയെയാണ് കാര പുതിയ റോഡ് കടപ്പുറം വടക്ക് ഭാഗത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ ഇതുവഴി നടക്കാൻ ഇറങ്ങിയവരാണ് കടപ്പുറത്ത് മൃതദേഹം ആദ്യം കണ്ടത്. ഗോവയിലായിരുന്ന ഇയാളെ വീട്ടുകാർ 3 ദിവസം മുൻപാണ് നാട്ടിൽ എത്തിച്ചതെന്ന് പറയുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ശലഭോത്സവം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസ മോൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ലുബ്ന ജിനൂബ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ അനസ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ PC മനോജ്, ഷാഹിർ പഴുമ്പറമ്പിൽ, ICDS ഓഫീസർ KR വൈദേഹി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. പുത്തഞ്ചിറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സ്ഥാപിച്ച സോളാർ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സാക്ഷ്യപത്രം കൂടിയാണ്, ഇവിടുത്തെ ഒരു വിജയം കൂടിയായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. വിവിധ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ 2 മേഖലകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു അധ്യക്ഷത വഹിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN രാജേഷ്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലിസ് തോമസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ KV സുജിത് ലാൽ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ റോമി ബേബി, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ TV ബിനു എന്നിവർ സംസാരിച്ചു. ചാലക്കുടി മോതിരക്കണ്ണി എളാപ്പള്ളി ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജു ജോസഫ് അധ്യക്ഷനായി. സ്മിത ജോയ്, ജോസഫ് കർത്തനാടൻ, ജോഷി മാളിയേക്കൽ, ഷാജു വല്ലത്തുകാരൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ബൈപ്പാസ് DYSP ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാറ എന്ന ലക്ഷ്യം നേടും വരെ പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനവുമായി പ്രതിഷേധ സദസ്സ്. സമരത്തിന്റെ 800-ാം ദിവസം നടന്ന പ്രതിഷേധ സദസ്സിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കാളികളായി. എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സമരപ്പന്തലിനോട് ചേർന്ന് നടന്ന പ്രതിഷേധ സദസ്സ് P രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വണ്ടികൾ വന്ന് ബ്രേക്ക് ഇട്ട് നിർത്തുമ്പോൾ അത്തരത്തിലാണ് ഇത് പണി കഴിപ്പിച്ചിങ്ങനെ വെച്ചിരിക്കുന്നത്. ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ സമരത്തിൽ എല്ലാ ദിവസം സായാഹ്നത്തിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ആയിരിക്കും ഒരു രക്തക്കുരുതി നമ്മുടെ മുന്നിൽ ഉണ്ടാവാതെ പോയത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കണം, ഇപ്പോൾ മാർച്ച് 15-ാം തീയതി കോഴിക്കലിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു സമയമാണത്. താലപ്പൊലിക്ക് തന്നെ നമുക്കറിയാം, പോലീസ് അധികാരികൾ മുഴുവനും ഈ റോഡുകൾ മുഴുവൻ ബ്ലോക്കാക്കിയിട്ട് കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള അവസരം കൊടുത്താണ്. പക്ഷെ അത് തുറന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്ഥിതി എന്തായിരിക്കും? സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് KK അൻസാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുമേധൻ, CPM ലോക്കൽ സെക്രട്ടറി TB പ്രഭേഷ്, പൊതുപ്രവർത്തകൻ വേണു വെണ്ണറ, PK സത്യശീലൻ, KC ജയൻ, PG നൈജി, TP അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ യൂണിറ്റ് സമ്മേളനം നടന്നു. പ്രസിഡന്റ് AF അഫ്രേം അധ്യക്ഷത വഹിച്ച സമ്മേളനം PP പുഷ്പാങ്കദൻ ഉദ്ഘാടനം ചെയ്തു. 1992 നമ്മുടെ സംഘടന
രൂപം കൊണ്ടത്. അത് 34 കൊല്ലത്തിൻ്റെ ആ ഒരു ഇത് കാണും. 33 സമ്മേളനങ്ങൾ കഴിഞ്ഞു. നമ്മുടെ കഴിഞ്ഞ സമ്മേളനം, സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ വെച്ച് എറണാകുളത്ത് വെച്ചാണ് നടന്നത്, മറൈൻ ഡ്രൈവിൽ വെച്ചാണ്. അപ്പോൾ അതിനുശേഷം ഇന്നിപ്പോൾ വീണ്ടും നമ്മൾ യൂണിറ്റ് സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് 28-ാം തീയതി കോഴൂർ യൂണിറ്റ് സമ്മേളനം നടന്നു. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തേത് ഇവിടെ 31-ാം തീയതി. ഇനി 3-ാം തീയതി മാളയിൽ നടക്കും. അതുപോലെ 4-ാം തീയതി ആളൂർ യൂണിറ്റിൽ, 7-ാം തീയതി അന്നമൻ്റെ യൂണിറ്റ്. അതിനുശേഷം ഫെബ്രുവരി 28-ാം തീയതി നമ്മുടെ ബ്ലോക്ക് സമ്മേളനം മാള പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കും. അപ്പോൾ ഇതാണ്. അത് കഴിഞ്ഞാൽ ഈ പറപ്പൂര് വെച്ചിട്ട് തോളൂർ യൂണിറ്റ് അവിടെ വെച്ചായിരിക്കും നമ്മുടെ ജില്ലാ സമ്മേളനം നടത്തി 25-26. തുടർന്ന് കോഴിക്കോട് മെയ് 18, 19, 20, 21 തീയതികളിൽ സംസ്ഥാന സമ്മേളനത്തോടെ നമ്മുടെ ഈ വർഷത്തെ സമ്മേളനങ്ങൾ അവസാനിക്കുന്നത്. ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട സെലിൻ ജെയിംസ്, ആൻസി പോൾ എന്നിവരെ യൂണിയൻ പ്രതിനിധി PD തോമക്കുട്ടി ആദരിച്ചു. PS സേതുമാധവൻ, EK അലോഷ്യസ്, ശ്രീജ ബിജു, AN സുബ്രഹ്മണ്യൻ, TS ശൈലൻ, ഡെയ്സി എഫ്രൈം, NT വാസു, PV രമണി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി എലിഞ്ഞിപ്ര പ്രദേശത്ത് പുലി സാന്നിധ്യമുണ്ടായതായി അഭ്യൂഹം. കോടശ്ശേരി പഞ്ചായത്തിലെ 17-ാം വാർഡായ എലിഞ്ഞിപ്ര കള്ളുഷാപ്പ് റോഡിലാണ് പുലിയുടേതെന്ന് സാദൃശ്യമുള്ള ജീവിയെ കണ്ടത്. കൊടുങ്ങല്ലൂരിൽ വലയിൽ കുടുങ്ങിയ അണലിപ്പാമ്പുകളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ സ്നേക്ക് റെസ്ക്യൂവറിന് പാമ്പിന്റെ കടിയേറ്റു. അഴീക്കോട് സ്വദേശി താഹിറിനാണ് പരിക്കേറ്റത്. ഭിന്നശേഷി സംവരണം സർക്കാർ കൊണ്ടുവന്ന പ്രശ്നമല്ലെന്നും രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഇത് കോടതിയും നിയമവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ശിവൻകുട്ടി. ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.